അടിപൊളി അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. നമ്മൾ മലപ്പുറം ജില്ലയിൽ ചിറയിൽ ചുങ്കം ചിറയിൽ ഗാർഡൻസിലാണ് കേട്ടോ. ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു ഗാർഡൻ കൂടിയാണ്. ഇവിടെ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നൊരു അടിപൊളി അപ്ഡേഷൻ ആണ് കേട്ടോ. കാരണം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു നേഴ്സറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു നേഴ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മലബാർ ഏരിയയിലെ പ്രൈവറ്റ് സെക്ടറുകളിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സറികളിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു നഴ്സറി കൂടിയാണിത്. ഏതാണ്ട് കേരളത്തിൽ 250ഓളം നഴ്സറികൾക്ക് ഇവരിവിടുന്ന് പ്ലാന്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമസ്കാരം, എൻ്റെ പേര് അബ്ദുൽ ലാത്തിഫ് എന്നാണ്. ഞാൻ ഈ ചിറയിൽ അഗ്രോ ഗാർഡൻസ് എന്ന നഴ്സറിയുടെ ഫാം മാനേജറാണ്. നമ്മൾ ഇത് മലപ്പുറം കൊണ്ടോട്ടി എന്ന സ്ഥലത്ത് ചിറയിൽ ചുങ്കം ചിറേക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വയലാണ് നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നഴ്സറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നഴ്സറിനെ അപേക്ഷിച്ച് വ്യത്യസ്തമാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ നഴ്സറിയിൽ നമ്മുടെ തൈകളെല്ലാം നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതേമാതിരി സ്വന്തമായിട്ട് നമ്മളുടെ മദർമരങ്ങളിൽ നിന്നും നമ്മൾ കൊണ്ടുവന്ന് നമ്മുടെ ബഡ്ഡിങ്ങാരെ ഉപയോഗിച്ച് ഇവിടെ തന്നെ ഗ്രാഫ്റ്റും ബഡും ലെയറും ചെയ്ത് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ പുറത്തുനിന്ന് തൈകൾ വന്നിറങ്ങുന്നതുകൊണ്ട് അത് കായ്ക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അധികം ആളുകളും കൊണ്ടുവച്ചിട്ട് കായ്ക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മളിവിടെ വെച്ച് തന്നെ ഗ്രാഫ്റ്റും ബഡും ചെയ്ത് കൊടുക്കുമ്പം നമുക്ക് വിശ്വസനീയമായിട്ട് ആളുകൾക്ക് കൊടുക്കാൻ കഴിയും. ഇത് കായ്ക്കുമെന്നുള്ള ഉറപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളധികവും കൊടുക്കുന്നത് നമ്മുടെ നഴ്സറികളിലേക്കാണ്. അതായത് നമ്മൾ ഹോൾസെയിൽ നഴ്സറിയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഹോൾസെയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അധികം നഴ്സറിക്കാർ പുറത്ത് കൊണ്ടുപോയിട്ട് ഇറക്കുന്നത് അങ്ങനെയുള്ള സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് നഴ്സറികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ റീറ്റെയിൽ ഇല്ലാന്നല്ല, റീറ്റെയിൽ നമ്മൾ ഉണ്ടാക്കുകയാണ്, ജെന്യൂനാണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമ്മളെ വിശ്വസിച്ച് വന്ന് വാങ്ങുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാടുണ്ട്. അധികവും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നഴ്സറികളിലേക്ക് കൊടുക്കാനാണ്. നമ്മുടെ നഴ്സറിക്ക് ഗവൺമെൻറ് ലൈസൻസ് ഉണ്ട്. അതായത് നമ്മുടെ ഒരു അപ്രൂവ്ഡ് നഴ്സറിയാണ്, ഗവൺമെൻറ് അംഗീകാരത്തോട് പ്രവർത്തിക്കുന്ന ഒരു നഴ്സറി നമ്മുടെ കയ്യിലുള്ളത്. ട്രേഡിങ്ങിനായാലും അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷനായാലും നമുക്ക് ലൈസൻസ്ഡ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുന്ന നഴ്സറിയാണ് നമ്മളുള്ളത്. അപ്പോൾ നിലവിൽ നമ്മൾ ചിറയിൽ ഗാർഡൻസ് അപ്ഗ്രേഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മൾ ഓരോ സമയത്ത് ഓരോ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടി വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ പ്ലാവ്, അതുപോലെ തന്നെ മാവ്, റംബുട്ടാൻ, ചിക്കു, ജാതി, അതുപോലെ തന്നെ കുരുമുളക്, അതായത് പുഷ്പപ്രായിട്ടും കട്ടിങ്സ് 2 മോഡലും കുരുമുളകുകൾ, അതുപോലെ തന്നെ നമ്മുടെ ലെയറായിട്ട് നാരങ്ങ, ചാമ്പ, പേരയ്ക്ക, ബുഷ് ഓറഞ്ച് അങ്ങനത്തെ ഒരുവിധം ലെയർ ഐറ്റംസ് എല്ലാം ലെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ കൂടാതെ നമ്മൾ കുറച്ച് എക്സോട്ടിക് ഫ്രൂട്ട്സുകളായിട്ട് നമ്മളിവിടെ ഇപ്പം ചെയ്തു തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ നമ്മളിവിടെ ഓണർ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ചിറയിൽ ഗാർഡൻസിൻ്റെ പ്ലാവിൻ്റെ ബഡ് ചെയ്ത പ്ലാവിൻ തൈകൾ വെച്ചിട്ടുള്ള ഒരു യാർഡാണ്. നമുക്കിതുപോലത്തെ 4 ഉണ്ട്. അതിൽ ഒരു യാർഡാണ് ഈ ഒരു ഏരിയ വരുന്നത്. ഇതുപോലത്തെ ഒരു 2-3 യാർഡ് ഇനി നമുക്ക് വേറെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്ലാവിൻ്റെ തൈകളുടെ സ്റ്റോക്കുള്ള ഏരിയാസാണ്. നമ്മൾ മെയിനായിട്ട് ഏതൊക്കെ വെറൈറ്റി പ്ലാവുകളാണ് ചെയ്യണേ? നമ്മളിവിടെ വിയറ്റ്നാം മേറിൽ ചെയ്യുന്നുണ്ട്, J33 ചെയ്യുന്നുണ്ട്, കംബോഡിയൻ ജാക്ക് ചെയ്യുന്നുണ്ട്, മലേഷ്യൻ റെഡ്, അതായത് ഡെങ്സു എന്നറിയപ്പെടുന്ന മലേഷ്യൻ റെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കുറച്ച് നങ്കടാക്ക്, പിന്നെ ഒരു മീറ്റർ ജാക്ക് എന്ന ഐറ്റം ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ടൻ വരിക്ക, നമ്മളെ പഴയ ഐറ്റംസ് പെട്ട മുട്ടൻ വരിക്ക, തേൻ വരിക്ക പോലെ തനിമർന്നും ചെയ്തിട്ടുണ്ട്. നാടൻ വെറൈറ്റിക്ക് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലേ? നമ്മൾ നാടൻ വെറൈറ്റി എന്ന് പറഞ്ഞാൽ അധികം ആളുകളും പണ്ടത്തെ ഐറ്റംസ് ഇപ്പോൾ നിന്ന് പോയതാണല്ലോ. പിന്നെ വലിയ മരങ്ങളുള്ളതൊക്കെ ഒരു മുറിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ട് മുട്ടൻ വരിക്ക, തേൻ വരിക്ക, പിന്നെ പഴയ സിംഗപ്പൂർ വരിക്ക പോലുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്നുമുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ലൊരു ഹ്യൂജ് പ്രൊഡക്ഷൻ തന്നെ ഇവിടെ ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒന്നുപോലും റേറ്റ് പറഞ്ഞിട്ടല്ല. കാരണം പ്രധാനമായിട്ടും ഇവർ ഹോൾസെയിലിനെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേറ്റ് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ല. നമ്മൾ പ്ലാന്റുകൾ കാണിക്കും, അതേപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകൾ പരിചയപ്പെടുത്തും, ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട് പരിചയപ്പെടുത്തും. നിങ്ങൾക്ക് റേറ്റും കാര്യങ്ങളും ഡീറ്റെയിൽസും ഹോൾസെയിലായിട്ട് എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നമ്മുടെ നമ്പർ കൊടുക്കും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും കേട്ടോ. ഇത് നമ്മുടെ മാംഗോസിൻ്റെ കളക്ഷൻസാണ് ഫുള്ള് വരുന്നത്. പല വേരിയൻ്റ് ആയിട്ടുള്ള പല പ്രായത്തിലുള്ള പലതരത്തിലുള്ള മാംഗോസിൻസ് നമ്മുടെ അവൈലബിൾ ആണ്. ചെറുത് മുതൽ വലുത് വരെയുള്ളത് അവൈലബിൾ ആണ്. ഓക്കെ, അതായത് തൊട്ട് ചെറുത് മുതൽ നമുക്ക് ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാനുള്ള തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. അതെ, ചെറുതും അതിന് മുകളിലൊക്കെ വലുത്, അതുപോലെ നല്ല വലുത് വരെ ഉണ്ട്. ജാതി നമ്മളുണ്ട്, ജാതി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജാതിയുടെ തൈകളാണ്. അതിന്റെ ഇതേപോലെ തന്നെ 2 സൈസുകൾ ഇവിടെ ഉണ്ടല്ലേ? അതെ, ചെറുതും വലുതും. ചെറുതും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നുണ്ട്, വലുതും വേണമെങ്കിൽ വലുതും. ഇപ്പൊ ഈ ഒരു ചെറുതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര സമയം കൊണ്ട് ഒരു തോട്ടം സെറ്റ് ചെയ്യുകയാണെങ്കിൽ സെറ്റായി കിട്ടും? നമുക്ക് ജസ്റ്റ് ഒരു തോട്ടം സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജാതി ഒരു 3-4 വർഷത്തോളം ജാതിക്ക് എടുക്കുന്നുണ്ട്.
നമ്മൾ വലുത് കൊണ്ടുപോകണമെങ്കിൽ അത്രത്തോളം ഏജ് ബെറ്റർ ആയിട്ട് നമുക്ക് സ്പീഡിലായി കിട്ടും. നമുക്ക് ഈ തോട്ട സെറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കും. അതായത് ആ ഒരു തോട്ടം സെറ്റ് ചെയ്യാൻ എത്ര കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് പറയാൻ കഴിയും? അത് പറയാൻ കഴിയും. നമ്മൾ ആദ്യം സ്ഥലം പോയി വിസിറ്റ് ചെയ്യും, അതിന്റെ ലാൻഡും കാര്യങ്ങളും നോക്കിയ ശേഷം പറയാൻ കഴിയുള്ളൂ. ഓരോ ഏരിയയ്ക്ക് ഓരോ പ്ലാന്റുകളാവും. നമ്മൾ ഏരിയ പോയിട്ട് ചൂസ് ചെയ്യും, ഇവിടെ പക്കാവിന്റെ പ്ലാന്റ് സജസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ലാൻഡ് വർക്ക് ചിലപ്പം ഒന്നും ആയിട്ടില്ലെങ്കിൽ ലാൻഡ് വർക്ക് എടുക്കാനൊക്കെ ഉള്ള ഡയറക്ഷൻസ് കൊടുക്കും. അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റ് പറയാറ്. സ്ഥലത്തിൻ്റെ ഭൂമിയുടെയൊക്കെ ഒരു ഗതികളും കിടപ്പും നോക്കിയിട്ടാണ് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, നമ്മൾ ബുഷ് ഓറഞ്ച് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് ബുഷ് ഓറഞ്ച് ആണ്, ലെയറാണ് നമ്മളിവിടെ ചെയ്യുന്നതാണത്. അതെ, ബുഷ് ഓറഞ്ച് ഇവിടെ ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ചെയ്യുന്നത്. അതെ അതെ. ഓക്കെ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഈ ഒരു ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അറ്റം വരെ ബുഷ് ഓറഞ്ച് തന്നെയാണ് ഇരിക്കുന്നത്. നമ്മളെ ബാരലില് ബുഷ് ഓറഞ്ചിന്റെ വലിയ പ്ലാന്റ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോ നമുക്ക് കൊടുക്കാനുള്ളതാണോ? ഇത് ഓൾറെഡി സെയിലായി പോയതാണല്ലേ? സെയിലിന് വേണ്ടിയിട്ട് കയറ്റാൻ വേണ്ടി വെച്ചതാണല്ലേ? ഇപ്പൊ ഈ ഒരു പ്ലാന്റിനൊക്കെ പഴക്കം എത്ര വർഷം ഉണ്ടാവും? ഇതൊക്കെ നമ്മൾ ഒരു മാക്സിമം 1-2 വർഷത്തിനുള്ളിൽ പഴക്കമുള്ള പ്ലാന്റുകളാണ് വരുന്നത്. ഓക്കെ, ഡ്രമ്മിലാണ് സെറ്റ് ചെയ്തത്. ഡ്രമ്മിൽ, അതായത് നമ്മൾ ജസ്റ്റ് വലിയ ലെയർ തൈകൾ വലുത് കൊണ്ടുവന്നിട്ട് സെറ്റ് ചെയ്യുന്ന ഡ്രമ്മിൽ. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ പ്ലാന്റുകളും ഇവിടുന്ന് സെയിൽ ചെയ്യാനുള്ളത്, അതായത് ഇവിടെ ചെയ്യുന്ന പ്ലാന്റുകളൊക്കെ ഇതേപോലെ ബാരലിൽ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അതെ, ബാരലുണ്ട്, അവൈലബിൾ ആണ്. ഇത് നമുക്ക് മൾട്ടി മാവ് എന്ന് പറയും. അതായത് ഒരു മാവിൽ തന്നെ നമുക്ക് 4-5 ഐറ്റം മാവ് കായ്പ്പിക്കാൻ കഴിയുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഇതിൽ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇതിൽ നമുക്ക് 4-5 ഐറ്റംസ് ഉണ്ട്. ഇതിലൊരു ഹിമാപസന്ത് എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇത് മുകളിലുള്ളത് ഈ കൊളംബ് എന്ന ഐറ്റാണ്. ഇതിൽ പിന്നെ ജസ്റ്റ് വൈറ്റ് മൂവാണ്ടനാണ് ഒന്ന് വരുന്നത്. നമ്മുടെ സ്ഥലപരിമിതി ഉള്ളവർക്കൊക്കെ വെക്കാൻ പറ്റിയൊരു വെറൈറ്റി ആണുള്ളത്. അതെ, സ്ഥലപരിമിതി ഉള്ള ആളുകൾക്കൊക്കെ ടെറസിലൊക്കെ വെക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ ഒന്നിൽ തന്നെ നമുക്ക് 4-5-6 ഐറ്റൊക്കെ വരുന്ന പല ഓരോരുത്തർ താല്പര്യം പോലെ എടുക്കാം. ഇത് മൾട്ടി തന്നെയാണോ? അതെ, ഇതൊക്കെ മൾട്ടി. അതെ, മൾട്ടിയിൽ ഇതാ ഇവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ചിലതൊക്കെ. അതെ, ജസ്റ്റ് മൾട്ടി പൂത്തുറങ്ങുന്നുണ്ട്. നമ്മുടെ നാംഡോക്മായി എന്ന് പറയുന്നത്. ഇതൊക്കെ വെറൈറ്റി മാറുന്നതിനനുസരിച്ച് കോസ്റ്റ് മാറുമോ? ഇല്ല, നമ്മൾ ഒരു വെറൈറ്റിക്ക് ഇതിൽ എത്ര വെറൈറ്റി ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് തൈൻ്റെ സൈസ് അനുസരിച്ചൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള മാവാണ്. H87 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത്. എന്താ ഈ ഐറ്റത്തിന്റെ പ്രത്യേകത എന്താ വരുന്നത്? ഇത് ഹൈബ്രിഡ് മാവാണ്. അത് നമ്മുടെ ആലമ്പൂർ പനേഷനും അതുപോലെ തന്നെ കാലാപ്പടിയും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഏർലി വെറൈറ്റിയാണ്, നേരത്തെ കായ്ക്കുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ മാവ് കണ്ടില്ല, പക്ഷേ ഈ ഒരു ഇത്രത്തോളം വലിപ്പം വരും ഏകദേശം. അപ്പം അതൊരു ടേസ്റ്റുള്ള മാവാണ്, നല്ല മധുരം കൂടുതലുള്ള ഫ്ലഷ് ആയിട്ടുള്ള മാവാണ്. കീടാക്രമണം പൊതുവെ കുറവായിട്ടാണ് കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ചിക്കുവാണ്. ഇത് നമ്മുടെ ഒരു ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കുവാണ്. ഇതിലാറുണ്ടായിരുന്നു. ഓക്കെ, ചിക്കുവിന്റെ ഏതാ വെറൈറ്റി? ഇത് ക്രിക്കറ്റ് ബോളാണ്. ക്രിക്കറ്റ് ബോളാണല്ലേ? അതെ, ഡ്രമ്മിൽ നമ്മൾ സെറ്റ് ചെയ്താണ്. അതെ, ഡ്രമ്മിൽ സെറ്റ് ചെയ്താണ്. ഡ്രമ്മിൽ ഇതിപ്പോൾ എങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല? കൊടുക്കാനുള്ള പീസ് തന്നെയാണ്. കൊടുക്കാനുള്ള പീസ് നമ്മുടെ. അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ ഒക്കെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ എത്ര ഉണ്ടാവും? ഇതൊക്കെ 2 വർഷം ആയിട്ടുണ്ടോ? 2 വർഷം ആയിട്ടുണ്ടാവില്ല, 2 വർഷം ഉണ്ടാവും മാക്സിമം. നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ചക്കയോട് കൂടിയിട്ടുള്ള പ്ലാന്റുകൾ ഇവിടെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി വെക്കാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇത്. ഉണ്ട്, ഇത് നമ്മൾ ഡ്രം ഇതെല്ലാം സെറ്റ് ചെയ്ത് കാഴ്ചയാണ്. ഇതൊക്കെ നമ്മൾ ഡ്രം സെയിലിനായിട്ട് റെഡി ചെയ്യുന്ന ഡ്രമ്മുകളാണ്. നമ്മളൊന്ന് ആളുകളൊന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാറാണ് പൊതുവെ. ഹൗസ് വാമിംഗ് പോലത്തെ പരിപാടികളൊക്കെ വരുമ്പം എല്ലാത്തിലും ചക്കയായിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നു. കുറെ കുരങ്ങന്മാരൊന്ന് പറിച്ചു പോയതാണ്. ഇതിന്റെയൊക്കെ കാലപ്പഴക്കം, ഈ തൈൻ്റെ ഒക്കെ കാലപ്പഴക്കം 1-1.5 വർഷം മാക്സിമം. ഇതൊക്കെ ചെറുതാണ്, അതൊക്കെ ചെറുതാണ്. വലിയ കൈകൾ കാണുന്ന 1.5 വർഷം വരെ മാക്സിമം ഉണ്ടാവും പഴക്കം. ഒരുവിധം എല്ലാത്തിലും മെജോറിറ്റിയും നമുക്കിവിടെ ഫ്രൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം നമ്മൾ ചക്കയോട് കൂടിയിട്ട് കാഴ്ചക്കുന്ന കൈകളാണ്. നമ്മൾ പ്രധാനമായിട്ട് ഇവയ്ക്ക് എന്താണ് വളം കൊടുക്കലുള്ളത്? നമ്മൾ മണ്ണ്, ചാണകപ്പൊടി, അതുപോലെ തന്നെ ചകിരിച്ചോറ്, ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ, അതാണ് ഇതിന്റെ ബേസിക് വളം വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് വളങ്ങൾ വരുന്നത് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് വെർമി കമ്പോസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് മണ്ണിര കമ്പോസ്റ്റ്. അതെ, നമ്മൾ ഇവിടുത്തെ മണ്ണിര കമ്പോസ്റ്റ് ആണ്, അത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെർമി വാഷ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഉണ്ട്. ഈ വെർമി കമ്പോസ്റ്റിന്റെ എക്സ്ട്രാക്ട് വരുന്നത് അതൊക്കെ ഭയങ്കര ഹൈലി ന്യൂട്രിയൻ വാല്യൂ ഉള്ളതായതുകൊണ്ട് നമ്മൾ അതും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ബയോഫ്ലോക്കാണ് നമ്മൾ ചുറ്റുള്ളത്. മീൻ കൃഷിയാണ്. ഈ മീൻ കൃഷിയിൽ വരുന്ന വെള്ളം തന്നെയാണ് നമ്മൾ ജലസേചനത്തിനായിട്ട് നമ്മൾ വീക്കിലിയോ അല്ലെങ്കിൽ 2 വീക്ക് കൂടുമ്പോഴൊക്കെ ഉപയോഗിക്കും. അതൊക്കെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കാര്യമായിട്ട് ചെയ്യുന്ന ഇതിൻ്റെ വളങ്ങൾ. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കാട് ഇവരിവിടെ സെറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ? അത് നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കിയെടുത്ത കാടാണ്. ആ കാട് മൊത്തം ഒരു കോറിയായിരുന്നു, ഒരു ഫുൾ കോറി, ഇതുപോലെ പൊട്ടിച്ച് തീർത്തൊരു കോറിയായിരുന്നു. ആ കോറിയിൽ നമ്മൾ മണ്ണും അതിൻ്റെ കോറി വേസ്റ്റ് പോലൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് ഡംപ് ചെയ്ത് നമ്മളൊരു കാടായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്.
ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഈ ഒരു കാർഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട്? അതെനിക്ക് തോന്നുന്നൊരു 4-5 വർഷം 6 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. 5-6 വർഷം ആയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കോറിയാണെന്ന് ഈ ഒരു ഭാഗമൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. കോറിൻ്റെ അവശേഷിച്ച ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതേപോലെ ആയിരുന്നല്ലേ ഈ ഒരു ഭാഗം? അതെ, ഇതുപോലത്തെ ഒരു കുഴിയുള്ള കോറിയായിരുന്നു. ഇത് ബെഞ്ചുണ്ട്, അതിൽ ബെഞ്ചില്ലാത്തൊരു ഒരു കുണ്ടായ കോറിയായിരുന്നു. ഓക്കെ ഓക്കെ. ആ കോറി തൂർത്ത് ഒരു 6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ കാടായിട്ട് ഏകദേശം. ഈ ഒരു ഇനി നമ്മൾ തുടർന്നുള്ള നാളുകളിൽ ഈ ഒരു ഭാഗമൊക്കെ മൊത്തമായിട്ട് നമ്മൾ നഴ്സറി ആക്കാനുള്ള പ്ലാനിങ്? നഴ്സറി നമ്മളവിടെ മണ്ണിട്ട് തൂർത്തുണ്ട്. അതൊക്കെ നഴ്സറിയിലേക്ക് തൈകൾ വെക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഇപ്പം ജലസേചനത്തിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് തൈകൾ നഴ്സറി കോറിൻ്റെ ഉള്ളിലേക്ക് പോകും. കാരണം നമ്മൾ ഈ കാണുന്ന ഈ ഒരു ടെന്റിന്റെ അപ്പുറത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം ലഭിക്കുന്നുണ്ട്. ഇത് വാട്ടർ സ്റ്റോറേജിന് വേണ്ടി നിർത്തിയ കോറിയാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള കോറി നമ്മൾ മണ്ണിട്ട് നിരത്തി മണ്ണ് കാണുന്നുണ്ട്. അതൊക്കെ മണ്ണിട്ട് നിരത്തി വരികയാണ്. അപ്പോൾ അതിന്റെ പകുതി ഭാഗം തൂർത്ത് കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് അതിന് വേസ്റ്റ് നമ്മൾ കിട്ടണമൊക്കെ നമ്മളായിട്ട് തട്ടി ഇങ്ങനെ കട്ടം നിർത്തി അങ്ങനെ തൂർത്ത് വരും. അതായത് ഒരു 2026 ആകുമ്പോഴേക്ക് ഈ കോറി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾ മൊത്തമായിട്ട് മാറുകയാണ്. അതെ, 2026 ആവണ്ടേ. അവിടേക്കുള്ള തൈകളൊക്കെ ഈ മാസത്തോടെ പോകും. അതിന് കുറച്ച് മണ്ണിട്ട് നിരത്താൻ കുറച്ചുകൂടെ ഉള്ളൂ. പിന്നെ വെള്ളത്തിന് സജ്ജീകരണം തുടങ്ങിയിട്ടുണ്ട്, പൈപ്പിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു മാസത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ അടുത്ത മാസത്തോട് കൂടിയിട്ട് ആവും. 2024 2025 മുഴുവൻ വേണ്ടി വരില്ല. അപ്പോൾ ശേഷം ആവും. അത് മാറും. മുകളിൽ ബോക്സ് അടിക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മണ്ണ് കട്ടിയിട്ടുണ്ട്. ഈ ബോക്സ് അടിച്ച് മുകളിൽ മരങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. താഴത്ത് വലിയ ഭാഗങ്ങളിലൊക്കെ വലിയ തൈകൾ വെക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഏരിയയാണ്. ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിങ്സ് കൂടെ നമുക്ക് കുത്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയാണോ? ഇത് ഡ്രാഗൺ ഫ്രൂട്ട് പുതിയ ഒരു വെറൈറ്റികളാണ് നമുക്ക് തന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒരു വീട്ടിൽ നല്ല വെറൈറ്റി കണ്ട കുറച്ച് കുത്താൻ വേണ്ടി ഉണ്ടാക്കി നോക്കുകയാണ്. അതിന് എത്രത്തോളം എക്സാമെന്നറിയില്ല, നമ്മളിത് ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. ഇതൊരു കാണാനൊരു വെറൈറ്റി രൂപത്തിലുള്ള ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇതിലിപ്പോൾ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? ഇത് റെഡാണ് വരുന്നത് ഫുള്ള്. ഇത് പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു വെറൈറ്റി ആയിട്ടുള്ള റെഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് കുത്തി നോക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. റിസൾട്ട് നമ്മൾ റിസൾട്ട് നമ്മൾ നോക്കിയിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ചെയ്യണം നമ്മളിത്. ഇത് കഴുകും തൈയാണോ? അതെ, കഴുകും തൈ കഴിഞ്ഞു. പുതിയ നമ്മൾ ബെഡിലിട്ടിട്ടുണ്ട്. ഇതിപ്പം സ്റ്റോക്ക് കഴിഞ്ഞു, ലാസ്റ്റ് സ്റ്റോക്കാണ്. ഇത് നമ്മുടെ അടക്ക, അതുപോലെ തന്നെ നമ്മുടെ ഇത് തെങ്ങും തൈ. അത് കുത്തിയ സ്ഥലമാണ്. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് ബാച്ച് ഇന്നലെയായിട്ട് കുത്തി കഴിഞ്ഞേ ഉള്ളൂ. അവിടെ താഴത്തെ തട്ടിൽ കുത്താൻ ബാക്കി ഉണ്ടല്ലോ. അത് അടുത്ത സ്റ്റെപ്പായിട്ട് വരും. ഒന്നായിട്ട് നമ്മൾ 2 സ്റ്റെപ്പായിട്ട് ഉണ്ടാക്കാറ്. ഇത് ഫസ്റ്റ് സ്റ്റേജ് ഒന്നാണ്. ഇപ്പോൾ ഇന്നലെ ഇട്ട് കഴിഞ്ഞേ ഉള്ളത്. ജസ്റ്റ് ഈ ഒരു ഭാഗം മൊത്തം ബെഡിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അരിക്കനായിട്ട് സൈഡ്ലിങ്സ് ഇവിടുന്ന് ഈ മുളച്ച് വരുന്നതിനെ നമ്മൾ കവറാക്കിയിട്ട് ആണ് ഇതിൽ സൈഡിലേക്ക് കൊണ്ടുപോകുക. ഇതിപ്പോൾ മൊത്തം നമ്മൾ ബെഡാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ബെഡിട്ട് റെഡിയാക്കി ചകിരിച്ചോറ് മണ്ണ് മിക്സാക്കി അതിൽ കുത്തി വെച്ചിട്ട് മുകളിൽ ചകിരിച്ചോറിട്ട് റെഡിയാക്കി വെച്ചാണ്. അത് നനച്ചു കൊടുക്കും. പിന്നെ അത് റെഡി ആയി വരുന്നതിന് ആയിട്ടില്ല, അത് വെച്ചിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് മുള പൊട്ടി വരണം. എത്ര സമയം കൊണ്ടാണ് നമുക്ക് മുള പൊട്ടി വരിക? നമുക്ക് ഏകദേശം ഒരു മൊത്തം തീരാൻ ഏകദേശം ഒരു 3-4 മാസം എടുക്കും. അതിനോട് നമുക്ക് ശേഷം ക്ലിയർ ആകുമ്പോഴത്തെ തരിക. ഇപ്പം നിലവിൽ നമ്മളിപ്പോൾ ഇന്ദ്രമംഗലയും മോഹിറ്റിനോട് കുത്തി തുടങ്ങിയിട്ടുള്ളത്. ഇനി കാസർഗോഡനും വരാനുണ്ട്. അത് കാസർഗോഡൻ നമ്മൾ കുത്തും. അങ്ങനെ ഒരു ഐറ്റംസ് ആയിട്ട് വരാറ്. ഇപ്പോൾ 2 വെറൈറ്റി ഇപ്പോൾ വന്നിട്ടുള്ളൂ. നമ്മൾ തെങ്ങിൽ ഏതാണ് കുത്തിയിട്ടുള്ളത്? കുറ്റിയാടി മാത്രം ഉണ്ടാക്കുന്നുള്ളൂ. കുറ്റിയാടി മാത്രമേ ഉള്ളൂ. അതെ അതെ, ലെയർ ചെയ്ത തൈകളുടെ ഒരു ഐറ്റംസ് ആണ്. ഇത്തവണത്തെ ഏകദേശം കയ്യാറായി. ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ പല ഐറ്റംസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ബബ്ലൂസ് നാരങ്ങ എന്ന് പറയുന്നത്, നമ്മുടെ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ടൈപ്പുള്ള നാരങ്ങയില്ലേ, അത് വരുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ സീഡ്ലെസ് ലെമൺ എന്ന് പറയും. നമ്മുടെ വിത്തില്ലാത്ത നാരങ്ങ. നമുക്ക് ജ്യൂസ് അടിക്കാനൊക്കെ ജസ്റ്റ് കഴുകിയ നേരം കിട്ടി ജ്യൂസ് അടിച്ചാൽ മതി. വിത്തിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. പിന്നെ ഇത് നമ്മുടെ ഗണപതി നാരങ്ങ എന്ന് പറയും. വിത്തില്ലാത്തത് തന്നെയാണ്. പക്ഷേ ഇതിനെന്ന് വെച്ചാൽ നമ്മുടെ സീഡ്ലെസ് ആകുമ്പോൾ റൗണ്ട് ആയിരിക്കും വരിക. ഇത് കുറച്ചും കൂടിയും ഒരു നീണ്ട ടൈപ്പായിരിക്കും വരിക. ഇതിൻ്റെ ഏകദേശം കായ ഉണ്ടല്ലോ, ഈ ഒരു മോഡലായിരിക്കും ഇതിൻ്റെ കായ വരിക. ആയി വരുന്നേ ഉള്ളൂ. എൻ്റെ ഒരു നീണ്ട മോഡൽ കായായിരിക്കും, റൗണ്ട് ആയിരിക്കില്ല. ഉരുള എല്ലാ ദീർഘാകൃതിയിലാണ്. നമ്മുടെ മുട്ടയുടെക്കാളും കുറച്ച് നീണ്ട ടൈപ്പ്, അങ്ങനെ കുറച്ച് നീളം കൂടിയ ടൈപ്പായിരിക്കും വരിക ഗണപതി ലെമൺ. പക്ഷേ ഇത് ജ്യൂസിനും അച്ചാറിനോട് കാര്യമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ ആപ്പിൾ ചാമ്പയാണ് വരുന്നത്. ആപ്പിൾ ചാമ്പയുടെ ലെയർ ഐറ്റംസ് ആണ് ഇത് വരുന്നത്. ഇതൊക്കെ നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. ഇതൊക്കെ ലെയർ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ആപ്പിൾ ചാമ്പ പല ഐറ്റംസ് വരുന്നുണ്ട്. ജസ്റ്റ് 2-3 ഐറ്റംസ് വരുന്നുണ്ട്. പേഷൻ സ്റ്റോക്ക് കഴിയാറായി, അടുത്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ചെയ്ത് വെച്ചുണ്ട്, എടുക്കാനായിട്ടുണ്ട്. റെഡ്, ഗ്രീന്, അതുപോലെ തന്നെ വൈറ്റ്, 3 നമ്മളടുത്ത് വരുന്നത്. ഇവിടെ പുലാസാൻ ഇരിക്കുന്നുണ്ടല്ലോ. അതെ അതെ, പുലാസാനുണ്ട്. അതുപോലെ തന്നെ അതായത് പുലാസാൻ ബെഡാണ്. പിന്നെ ഇത് നമ്മുടെ റംബുട്ടാനാണ്. നമ്മുടെ റംബുട്ടാൻ പുലാസാൻ ഏരിയയാണ് വരുന്നത്. റംബുട്ടാനൊക്കെ നമ്മൾ ഇവിടെ ചെയ്ത് തന്നെയാണ്. റംബുട്ടാനൊക്കെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. റംബുട്ടാൻ ഇവിടെ മാത്രമല്ല, താഴത്തുകൊണ്ട് വേറെ ഏരിയ കൂടെ താഴത്ത് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇനി കൊണ്ടുവന്നതാണ്. ഇപ്പോൾ ജസ്റ്റ് റെഡിയായി തൈകൾ ഇങ്ങോട്ട് ഇറക്കി വരുന്നതേ ഉള്ളൂ. പോളിയോസിൻ്റെ ഭാഗത്ത് ഉണ്ടാക്കിയിട്ട് നോക്കിയ തൈകൾ അങ്ങനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ. ഇതിപ്പോൾ എത്ര മാസം പ്രായമുള്ള തൈകൾ അതൊക്കെ? ഇതൊക്കെ ജസ്റ്റ് 1 മാസം ആവുന്നേ ഉള്ളൂ. 1 മാസം. ഈ ഒരു സൈസിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യോ? ഈ സൈസിൽ അങ്ങനെ പോകാറില്ല. നഴ്സറിക്കാരൊക്കെ അധികം ഡിമാൻഡ് ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാറുള്ളൂ. കാരണം ഇത് നമ്മൾ സെയിൽസിന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കാറുള്ളൂ. യെല്ലോ ആണ് തോന്നുന്നുണ്ടല്ലോ ഈ ലാസ്റ്റത്തെ.
അതെ ഇത് ജസ്റ്റ് എല്ലാത്തിനും ഇത് E35 വെറൈറ്റി വരുന്നത്. ഓക്കെ എല്ലോ നല്ലൊരു വെറൈറ്റി ആണിത്. അതെ റംബൂട്ടാന്റെ തൊട്ട് വലുതുണ്ടല്ലോ ഇവിടെ. വലുതുണ്ട്. ഇത് മൊത്തം ഈ ഏരിയ മൊത്തം റംബൂട്ടാന്റെ വലിയ തൈകളാണ് വരുന്നത്. എല്ലാം നമുക്ക് ചെറുതും വലുതും എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് വരും. ഇത് നമുക്ക് റംബൂട്ടാന്റെ രണ്ടാമത്തെ ഏരിയയാണ്. ഇവിടെ നമ്മൾ റംബൂട്ടാൻ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് മൊത്തം തലമുറയിലെ റംബൂട്ടാനാണ് വരുന്നത്. റംബൂട്ടാൻ ഇനി വരാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓരോ കവർ ചേഞ്ചിങ് നടന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതൊക്കെ റംബൂട്ടാന്റെ യാർഡാണ് വരുന്നത്. ഈ അറ്റം വരെ ഉണ്ടല്ലേ, ആ അറ്റം വരെ ഇപ്പോൾ ഈ കാണുന്ന റംബൂട്ടാൻ്റെ തൈകളാണ്. എനിക്ക് നമ്മളൊരു മാസമൊക്കെ എത്ര തൈകൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്? ഇതിൽ നമ്മൾ ഒരു വർഷത്തിൽ ഏകദേശം 1 ലക്ഷം റംബൂട്ടാൻ, 1 ലക്ഷം ബട്ടർ, 1 ലക്ഷം എന്നുള്ള കാൽക്കുലേഷനിലല്ല പോണത്. ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മാവിൻ്റെ തൈകൾ കാണാനുണ്ട്. അതെ ഇത് മാവിൻ്റെ അടുത്തൊരു മാവിൻ്റെ രണ്ടാമത്തെ ഒരു സ്റ്റേജാണ് വരുന്നത്. ഇത് മറ്റൊരു ഏരിയയാണ്, രണ്ടാമത്തെ ഏരിയയാണ് വരുന്നത്. നമ്മൾ മുകളിൽ നേരത്തെ ഒരു ഏരിയ കണ്ടു, അതുപോലെ മറ്റൊരു ഏരിയയാണ് മാവിൻ്റെ. അങ്ങനെ നമുക്ക് മാവിൻ്റെ ഏതൊക്കെ വെറൈറ്റീസ് ഉണ്ട്? ഇതിൽ 10-40 വെറൈറ്റി ഉണ്ട്. നർഷ, നീലിഷ, ഹിമപസന്ത്, കാലാപ്പാടി. നമ്മുടെ അടുത്ത് ഇല്ലാത്ത വെറൈറ്റീസ് ഉണ്ടാവില്ലല്ലേ? എല്ലാ വെറൈറ്റീസും നമ്മൾ, അതായത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് കായ്ക്കുന്ന എല്ലാ തരം വെറൈറ്റീസും നമ്മളിവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ചിറയിൽ ഗാർഡൻസ് ഉണ്ടാക്കുന്ന ബട്ടറിൻ്റെ തൈകളാണ്, ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈകളാണ് വരുന്നത്. ട്രോപ്പിക്കൽ ബട്ടറാണ്. അതായത് നമ്മുടെ ചിറയിൽ ചുങ്കം, അതുപോലെ നമ്മുടെ കൊണ്ടോട്ടി, മലപ്പുറം പ്രദേശങ്ങളിൽ കായ്ച്ച ബട്ടറാണ്. അപ്പോൾ നമുക്കിത് ട്രോപ്പിക്കലായിട്ടുള്ള സ്ഥലത്ത് എവിടെ കൊണ്ടുവച്ചാൽ ധൈര്യമായിട്ട് കൊണ്ടുവെക്കാം. കാരണം ഇത് കായ്ക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം, 100% ഉറപ്പാണ്. നമ്മൾ ബട്ടർ ഫുൾ സ്റ്റോക്ക് ബട്ടർ തീർന്നു നോക്കുക. നമ്മുടെ ഈ ട്രോപ്പിക്കൽ ബട്ടർ ആയതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ആയതുകൊണ്ടും ഏറ്റവും കൂടുതൽ നമുക്ക് ഡിമാൻഡുള്ള ഐറ്റമാണ് ബട്ടർ. ബട്ടർ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ജസ്റ്റ് സെയിലായി പോകുന്നുണ്ട്, പെട്ടെന്ന് കഴിയുന്നുണ്ട് സാധനം. ഇതിപ്പോൾ ബട്ടറിൻ്റെ ഒരു യാഴാണ്. ബട്ടർ കഴിഞ്ഞ് അടുത്ത ബട്ടർ നമ്മളത് വരുന്നുണ്ട്, പ്രൊഡക്ഷൻ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ബട്ടർ നമുക്ക് കുറച്ച് സ്റ്റോക്കേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ ഉള്ളൂ. ഈ കാണുന്ന ഇത്രയും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റി അല്ലേ? അതെ, ഇതൊക്കെ ബട്ടറാണ്. ഓക്കെ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മുടെ ചിക്കു, ഇത് ചിക്കുവാണ്. നമ്മുടെ ചിക്കു അതിൻ്റെ തൈകളാണ് വരുന്നത്. ചിക്കുവിൽ ഏത് വെറൈറ്റീസാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ 3 വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചിക്കുവിടെ പാല, അതുപോലെ ക്രിക്കറ്റ് ബോൾ, അതുപോലെ തന്നെ കീർത്തി ഭാരതി എന്ന് പറഞ്ഞ 3 ഐറ്റംസാണ് നമ്മുടെ അടുത്ത് വരുന്നത്. നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്കിവിടെ പ്രൊഡക്ഷനിൽ റെഡി ആയിട്ടുണ്ടല്ലേ. ഇത് 2 സൈസുകളാണല്ലോ ഇവിടെ ഉള്ളത്? അതെ. അത് വലിയ കവറും ചെറിയ കവറും വരും. ഇതിപ്പോൾ വലിയ തൈകളാണ്. ഇതിലിപ്പം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ. അതാ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കാഴ്ച തന്നെ നമുക്കിതാ ഇവിടെയൊക്കെ കാണാനുണ്ട് കേട്ടോ. അതെ, കാഴ്ച ഒരുപാട് തൈകൾ നമുക്ക് നിലവിൽ അവൈലബിൾ ആണ്. ഇതിലൊക്കെ കാഴ്ചയുണ്ട്. നമ്മൾ കസ്റ്റമേഴ്സ് കാണുമ്പോൾ എടുത്ത് കൊണ്ടുപോകാറുണ്ട്. ഇതിൽ കുറേ കാഴ്ച ഉണ്ടാവും. ഇതിൽ അപ്പോഴേക്കും തന്നെ കാണാൻ പറ്റും. ഇതൊക്കെ ഇതൊക്കെ കാഴ്ചിട്ടുണ്ട്. ഇതിൽ കായിട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കയ്യിലെടുക്കും. അത് അപ്പോൾ അതുണ്ടോ ഈ ഒരു പ്ലാന്റിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് ചെയ്ത് തന്നെ വി ഗ്രാഫ്റ്റ് ആണല്ലോ. ഇതൊക്കെ അതെ, ഇതൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇതിൽ കുറേ തപ്പിയൊക്കെ കിട്ടും. അതിലൊക്കെ കാഴ്ചിട്ടുണ്ട്. അവിടെയൊക്കെ കാഴ്ചിക്കുന്നതാണ്. ഒരുപാട് തൈകൾ കാഴ്ചക്കാറുണ്ട്. ചിക്കു പെട്ടെന്ന് കായ്ക്കും. നമ്മുടെ ഈ പ്ലാനൊക്കെ ശേഷം വലിയ വലിയ തൈകളൊക്കെ കാഴ്ച അധികം ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ തപ്പിയൊക്കെ കാരണം കാഴ്ച അധികം ആളുകൾ കാണുമ്പോൾ എടുത്തുകൊണ്ടുപോകുക. ഇതിപ്പോൾ കാഴ്ചക്കുന്നതാണ്. ഇതിൽ ഒരുപാട് ഉണ്ടാവാറുണ്ട് കാഴ്ചക്കുന്നത്. ഇതൊക്കെ എന്തെങ്കിലും കായത പൊട്ടി വരുന്നതാണ്, പൂട്ട് വായ വരുന്നുണ്ട്. ഒരുപാടുണ്ടാവും. ഇതിന് ജസ്റ്റ് ഒരുപാട് കാഴ്ച ഉണ്ടാവും. നമ്മളിൽ അങ്ങനെ കാഴ്ചയായിട്ട് എടുത്ത് വെക്കാറുന്നില്ല. കാണുന്ന എടുത്തെടുത്ത് പോകാറാണ് അധികം ഉണ്ടാവാറ്. അപ്പോൾ അധികം ഇവിടെ നഴ്സറിക്കാർ വന്നെടുക്കുകയാണോ അതോ നമ്മൾ കൊടുത്തു വിടുക, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു? രണ്ടുമുണ്ട്. അത് വലിയൊരു എമൗണ്ടിലുള്ള അളവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുത്തുവിടാറുണ്ട്. മറ്റേ കുറഞ്ഞ അളവാണെങ്കിൽ നഴ്സറിക്കാർ രണ്ട് നടക്കാറുണ്ട്. ഇവിടുന്ന് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ നഴ്സറിക്കാരായിട്ട് ഇവിടെ നമ്മളായിട്ട് കൊടുത്തുവിടുക. രണ്ടും നടക്കാറുണ്ട്.